ഫ്രാൻസിനി, ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ്. അവിടുത്തെ അനുകമ്പ എന്നേക്കും നിലനിൽക്കുന്നു. അവിടുന്ന് പാപികളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ദൈവവുമില്ല, ദൈവത്തിൽ വിശ്വാസവും ഇല്ല. നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താതെ പോ. ഫ്രാൻസിനി, യേശുവിലേക്ക് ഒന്ന് നോക്കൂ. അവിടുന്ന് നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. നിന്റെ പാപങ്ങളാണ് അവിടുന്ന് വഹിച്ചത്. എനിക്കൊന്നും കാണണ്ട, പോ. യേശു എന്നെ മരിച്ചു. ഇന്ന് അവൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അവിടുന്ന് നമ്മുടെ പാപങ്ങളെ പ്രതി മരിച്ചു. നമുക്ക് പുതുജീവൻ നൽകാൻ ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് ഇപ്പോഴും ജീവിക്കുന്നു. അവിടുന്ന് ദൈവമാണ്, ഏകദൈവം. അച്ഛാ, അവനൊരു മഹാപാപിയാണ്, കൊലപാതകി. 12 വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവനെടുത്തവനാ. ഇവനൊന്നും രക്ഷപ്പെടാൻ പോണില്ല. ഞാൻ നാളെ വീണ്ടും വരാം. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ കൊലപാതകയായ ഫ്രാൻസിനിയുടെ വധശിക്ഷ നടപ്പിലാവാൻ പോവത്രേ. അയാളത് അർഹിക്കുന്നു. കുറെ പേരെ കൊന്ന അവനോട് യാതൊരു ദാക്ഷിണ്യവും പാടില്ല. ചെയ്ത പാപത്തിൽ അവന് യാതൊരു പശ്ചാത്താപവും ഇല്ലെന്നാ കേട്ടത്. കുമ്പസരിപ്പിക്കാൻ വന്ന വൈദികനെ പോലും തിരസ്കരിച്ചു. കൊച്ചു, നിനക്ക് എന്തു പറ്റി? നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ആ ഫ്രാൻസിനെ കുറിച്ച് ഓർത്തിട്ടാണോ? യേശു മരിച്ചത് പാപികൾക്ക് വേണ്ടിയാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദൈവം തന്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. കൊച്ചു, നിനക്ക് 14 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നീ എന്തിനാ വിഷമിക്കുന്നത്? ഇല്ല സെലീൻ, ആ ആത്മാവിനു വേണ്ടി എന്റെ ഹൃദയം വേദനിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എന്റെ പ്രാർത്ഥന തീർച്ചയായും യേശു കേൾക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാ? സെലീൻ, ദയവ് ചെയ്ത് ഇത് വികാരിയച്ഛന് കൊടുത്തിട്ട് ഫ്രാൻസിനിയുടെ ആത്മാവിനു വേണ്ടി ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറയാമോ? ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടില്ലേ, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. നോക്ക്, അയാളുടെ വധശിക്ഷ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ശരിയാണ്, പക്ഷെ ദൈവത്തിന്റെ കാരുണ്യവും കൃപയും ഫ്രാൻസിനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയമാണിത്. ഫ്രാൻസിനിയുടെ ആത്മാവിന് മാനസാന്തരം കിട്ടാൻ ദൈവകൃപ കൊണ്ട് സാധിക്കും. എന്റെ കൊച്ചു, നീ മറ്റുള്ളവരെ പോലെയല്ല. നിന്റെ ചിന്തകൾ വളരെ വ്യത്യസ്തമാണ്. എന്തായാലും നിനക്ക് വേണ്ടി ഞാനിത് ചെയ്യും. എന്റെ യേശുവേ, അങ്ങ് അരുളി ചെയ്തല്ലോ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിൽ ഞാൻ ശരണപ്പെടുന്നു. കർത്താവേ, ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു. അങ്ങ് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് മരിച്ചതും ഉയർത്തതും. അങ്ങയുടെ സഹനത്തിന്റെയും മരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും യോഗ്യത ഫ്രാൻസിനിയുടെ മാനസാന്തരത്തിനും രക്ഷയ്ക്കുമായി ഞാൻ സമർപ്പിക്കുന്നു. എന്റെ കർത്താവേ, ഫ്രാൻസിനിയോട് കരുണ കാണിക്കണേ. മരിക്കുന്നതിനു മുമ്പ് മാനസാന്തരപ്പെട്ട് അങ്ങിലേക്ക് തിരിയാൻ കൃപ ചൊരിയണേ. യേശുവേ, അങ്ങയുടെ ഒരു തുള്ളി കരുണ അവന്റെ ഹൃദയത്തിലേക്ക് ഒഴുകണമേ.
ഫ്രാൻസിനിയോട് കരുണ കാണിക്കണേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ആ കുരിശ് എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ആ കുരിശ് കൊണ്ടുവരൂ. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. നന്ദി യേശുവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. നന്ദി യേശുവേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ദൈവത്തിന്റെ സ്തുതി. ഫ്രാൻസിനെ അങ്ങ് രക്ഷിച്ചു. 3 തവണ അങ്ങ് അവനെ ചുംബിച്ചു. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനും അനേകം ആത്മാക്കളെ രക്ഷിക്കാനും എനിക്ക് കിട്ടിയ ദൈവവിളിയാണിത്. ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അനേകം ആത്മാക്കളെ ഞാൻ നേടും.